സെറിബ്രൽ പാൾസി ബാധിതനായ കാസർകോട്ടെ ആരോമലിന് ജീവിതരാഗമാണ് കീബോർഡ് വായന. ഇടതുകൈയുടെ ചൂണ്ടുവിരൽ മാത്രം ഉപയോഗിച്ചുള്ള ഈണമിടൽ അവശതകളെ മറികടക്കുന്ന മധുര സംഗീതമാണ്. കീബോർഡിൽ തീർക്കുന്ന സംഗീതമധുരം നുകർന്നുകൊണ്ടാണ് സെറിബ്രൽ പാൾസി ബാധിതനായ ആരോമലിന്റെ നടത്തവും ഇരുത്തവുമെല്ലാം. നെല്ലിക്കാട്ട് വീട്ടിൽ വന്നെത്തുന്നവരെല്ലാം അവശതകളെ മറികടന്നുള്ള ആരോമലിന്റെ കീബോർഡ് വായനയിൽ ലയിക്കും. വലതു കൈ തീരെ ഉപയോഗിക്കാൻ കഴിയാത്ത ആരോമൽ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ടാണ് കീബോർഡിൽ ഈണമിടുന്നത്. ശാരീരിക അവശതകളെ സംഗീതത്തിലൂടെ മറികടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. മലപ്പുറം എടപ്പാൾ സ്വദേശിയായ നിർഷാദ് നിനിയാണ് ആരോമലിന് ഓൺലൈൻ വഴി കീബോർഡിൽ പരിശീലനം നൽകുന്നത്. ചലച്ചിത്ര ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളുമെല്ലാം ആരോമലിന് വഴങ്ങും. മാഷ് നല്ല സപ്പോർട്ട് നൽകി വരികയാണ്. ഞാനിപ്പം ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞു. തമിഴ്നാട് ജയലളിത യൂണിവേഴ്സിറ്റി മ്യൂസിക് തെറാപ്പിയാണ് കഴിഞ്ഞത്. രക്ഷിതാക്കളായ ശശികുമാറും മഞ്ജുളയും നൽകുന്ന പിന്തുണയും സ്നേഹവും സംഗീത വഴിയിലുള്ള മുന്നേറ്റത്തിന് കരുത്തായി മാറുന്നു. ലൈവ് പ്രോഗ്രാം നടത്തിയും റെക്കോർഡഡ് ആൽബം തയ്യാറാക്കിയും സെറിബ്രൽ പാൾസി വിഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനും ആരോമൽ അർഹനായിട്ടുണ്ട്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, അതുപോലെ നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടി. നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ആരോമൽ ഈ നേട്ടം കൈവരിച്ചത്. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.